ഹലോ ഗായ്സ്. ഐഷു പേര് ഫുള്ള് വ്ളോഗ് നിയന്ത്രിക്കുന്നത് ഐഷു ആയിരിക്കും. മുനി റെഡി ആവുന്നുണ്ട്. ഞാൻ എന്താക്കുന്നത് അവളെ ഫസ്റ്റ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് എന്തായില്ല ഞമ്മക്ക് ഇങ്ങനെ കാത്തിക്കാരൊന്നുമില്ല. അങ്ങനെ ഫുള്ള് റെഡി ആയിട്ട് ഇൻഷാല്ലാ ഇപ്പൊ ഒരു പോക്ക് പോവാണ്ട് നേരെ കോഴിക്കോടാ. കൊച്ചിയിൽ 2-3 സ്ഥലം കണ്ടിട്ട് കോഴിക്കോട് കൊച്ചിയിൽ പോയിട്ട് അടുത്ത് കോഴിക്കോട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണോ ലൈഫ് എൻജോയ്. ഫുൾ ഓർണിട്ട് അടിച്ചിട്ട് ബെഡൊന്നും നേരില്ല. ഐഷു ഫുള്ള് സർപ്രൈസ് കൊടുത്തു. ഐഷു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഇല്ല എന്ന് ഐഷു കൊടുത്ത ഫുള്ള്. നീ എന്ത് കള്ളു കുടിക്കുന്ന? കുറച്ച് കള്ളു കുടിച്ചാൽ ഇപ്പൊ പ്രശ്നം ക്ലാസ് ലൈഫ് ഭയങ്കര എൻജോയ്മെന്റ് ഉള്ളത്. അപ്പൊ സ്ഥലത്തേക്ക് പോവാ. അപ്പൊ ഞങ്ങളെ വെക്കലെന്നോ വീട് നോക്കിക്കൊണ്ട് വേറെ എന്താക്കണ്ട. വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ആക്കണം. അതുപോലെ തന്നെ കവറിൽ കയറ്റി നോക്കി. പിന്നെ ഇടേ ഞാനെല്ലാം ഡ്രസ്സെല്ലാം സെറ്റ് ആക്കിട്ട് വെച്ച് ഇനി നീ ഇടും. ആ കവറിലിട്. ഇത് ഞാന് തൊള്ള തുറന്ന വ്ളോഗാണ്. ഞങ്ങ ലഗേജല്ലോ കാറിൽ കൊണ്ടുപോയിട്ട് വെക്കട്ടെ. ചെക്കൗട്ടാക്കാൻ സമയായി അങ്ങനെ പോന്നു. മുനിയാക്ക് മേങ്ങി തന്നു. എല്ലാം അപ്പൊ ഓക്കെ. ലിഫ്റ്റില് പോകാറുണ്ട്. കാറിൽ സാധനം കൊണ്ട് വെച്ചിട്ട് വരുന്നുണ്ട്. റൂം വെക്കേറ്റാണോ ടൈം സാധനം കൊണ്ടുക്കാൻ പോകുന്നുണ്ട് കാറില്. തുറന്ന അതിനെ ലോക്ക് തുറന്ന വെക്ക് നേരെ വെക്ക്. കറക്റ്റ് ആക്കി എന്റെ അസിസ്റ്റന്റ് അതിന്റെ ഉള്ളില് ഡ്രസ്സെല്ലാം നേരെ വെച്ചത് ഞാൻ. അപ്പൊ ഇത് വെക്കുന്ന വലിയ കഥയല്ല. കാണുന്നെ ബാർ ഇന്റർനാഷണൽ റെസ്റ്റോറന്റ് റൂംസ് എല്ലാം ഉണ്ട്. ബാറും ഉണ്ടാവാ. നമ്മ മാത്രം പോയിട്ടാ ബാറിലേക്ക്. നല്ല വൈബുള്ള ഏരിയ. ബാക്കിയുള്ള സാധനം എടുക്കാൻ പോകുന്നുണ്ട്. വായിച്ചാന കൂട്ടാൻ വെയിറ്റിംഗിലാണ്. ബെല്ലട് അച്ഛാ തുറക്കയോ? ആ ബാച്ചെത്തിട്ടുണ്ട്. അച്ഛൻ്റെ വൈഫും ഉണ്ട്. ഓക്കെ വാ കിയല അച്ഛനെ ഭാഗത്ത് അല്ല കാത്തിക്കുന്നുള്ളത് ഭാഗത്തില്ല. ഇതാ വന്ന് അങ്ങനെ ഫൈനലി ഓള് മാപ്പിളെത്തി. ഇനിയിപ്പോ ഞമ്മ നല്ല വിടുന്നു. ഓക്കെ ഇതാ പോകുന്നുണ്ട്. റൂമെല്ലാം വെക്കേറ്റാക്കി പോവുകയാണ് ഞങ്ങൾ. അതിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനുമായി നമ്മളെ കാണും. എവിടെയെങ്കിലും വെച്ച് കാണാം. വിടുന്നല്ല. ഓക്കെ കാണാം. അടിപൊളി റൂം കേട്ടോ. നല്ല ലൈക്കായി സെറ്റ്. അപ്പം ഞമ്മക്ക് ഇനി എവിടെയെങ്കിലും പോയി നല്ല തുന്നിനാ. എത്ര മണിയായി? 1 മണിയായി. എത്ര അപ്പൊ എവിടെയെങ്കിലും ലൊക്കേഷനിൽ പോവാം. ഫോർട്ട് കൊച്ചിക്ക് പോയാലോ അല്ലേ? ഫോർട്ട് കൊച്ചിക്ക്
ഫോർട്ട് കൊച്ചിയാ കൊച്ചി റാണിയല്ലോ കൊച്ചി റാണി പൊളിച്ച് കൊച്ചി റാണി കൊറേ സമയത്തിനൊടുവിൽ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ബൈയൊന്നും എന്ത് റാ പോലെ ചുറ്റിട്ട് വന്നത് ഞമ്മ എങ്ങനെ ജങ്കാറില് കൊറേ ബ്ലോക്ക്, അതുകൊണ്ടാണ് ഞമ്മ അങ്ങനെ വന്നത്. അതിനിപ്പോ എത്തി കേസ് നല്ല അടിപൊളി ഫുഡെല്ലാം കിട്ടുമെന്നല്ല ബാച്ച പറഞ്ഞു വന്നപാട്. ആ നോക്കണോ, മീനെല്ലാം ഉണ്ട്, കാര്യമായ പൊള്ളിച്ചതും അതെല്ലാം നോക്കാം. നോക്കാലോ അങ്ങനെതാ പാർക്കിങ്ങിൽ കയറ്റി ഇത് കുറച്ച് നടക്കാനുണ്ട്. അടിപൊളി കാഫ് കാര്യങ്ങളെല്ലാം ഫോർട്രസിലെത്തി. വണ്ടിയിലെ പാർക്കിങ്ങിലിട്ട് ഇങ്ങനെ പൈതി നടക്കുകയാണ് ഗൈസ്. നല്ല ലൊക്കേഷൻ പിടിച്ചിട്ടിരിക്കണം ഇപ്പോ. ബായിഷാന്റെ വൈഫും ചെയ്യുന്നുണ്ട്. എന്തിയടാ എന്തോന്നാ സമം സമം അന്നെ വലിച്ചോണ്ട് പോന്നുണ്ട്. എടുത്തിങ്ങനെ വലിച്ചിട്ട് കൊണ്ടുപോകുന്ന നല്ല വൈബ് ഗൈസ്, അടിപൊളി. നമ്മളൊക്കെ ഫ്രണ്ടിലേ നടക്കുന്നുണ്ട്. അടിപൊളി ഗൈസ്, നല്ല ഉണ്ടല്ല സെറ്റ് ഗുഡ്. ഇംഗ്ലീഷ്കാരുണ്ട് ഇവിടെ. ഓക്കെ അന്നാൾക്കിരി ഒറ്റക്ക് നടന്നിട്ട് പോകുന്നുണ്ട്. അടിപൊളി ടൂറിസ്റ്റ് എല്ലാം ഉണ്ട്. ഇപ്പൊ ഡിസംബറാണോ കൊച്ചിയിൽ ഫെസ്റ്റിവൽ വരാനായി. ഇപ്പൊ നല്ല മഴ ഉണ്ടാവും. ടൂറിസ്റ്റ് എല്ലാം കൊറേ ഇംഗ്ലീഷ്കാരുണ്ട് ഇവിടെ. ഇംഗ്ലീഷുകാർ ഓൾറെഡി തോന്നുന്നു അല്ല അറിയില്ല. അമ്മക്ക് അറിയാ ഉണ്ടാവും ആയിരിക്കും, ചിലപ്പോ ഇവിടെ സ്റ്റേ ഉണ്ടാവും. ഒരു ബാർ തന്നെ ഒരു ആംബിയൻസ് ഇടാം. ഓക്കെ ഒന്നിനൊന്നിനും മെച്ചം. ഈ കച്ചേരി ഇടുന്നല്ലോ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുക്കാം, കംപ്ലൈന്റ് ആക്കാം. ബായിഷാന്റെ ഫോട്ടോ ഷൂട്ടിലുള്ളത്. ബായിഷ പോസ്റ്റ് കൊടുത്ത് ഫുൾ ഷൂട്ടിങ്ങിലാണ് കേസ്. അതിനടുത്ത് നമ്പർ രണ്ടാള് ഇപ്പൊ ഏടില്ല ഓൾഡ് ഹാർബർ ഹോട്ടൽ, അതിൻ്റെ മുമ്പിലാണ് കേസ്. സെറ്റ് ലൊക്കേഷന്. ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നേരെ ബൈക്കാൻ പോകണം. ഫുള്ള് പോസ്റ്റ്. 2 കപ്പിൾസിന്റെ ഫോട്ടോ എടുക്കാന്നല്ല, പോസ്റ്റ് 2 കപ്പിൾസിന്റെ ഇങ്ങനെ ഭയങ്കര തകർപ്പം ഫോട്ടോ ഷൂട്ടിലാണ്. നമ്മൾ ബ്രോ ഉണ്ട് ഫോട്ടോ എടുക്കുന്നത്. അതേപോലത്തെ ഒരു പ്രാന്തം ഞങ്ങൾ അതിനും കിട്ടി ഫോട്ടോ എടുക്കാൻ. ചിലായിരിക്കും ഫോട്ടോ എല്ലാം എടുക്കണമെങ്കിൽ നമ്മളെ ബ്രോനെ വരാം, കാണാം. സെറ്റ് ഫോട്ടോസ് ആയെങ്കിലും എല്ലാ കാര്യം. ഇതാ തങ്കമണി ഇങ്ങനെ ഇരിക്കുക. എന്താ ഇതോ ബെൻത്ത അവള് മടി എന്ന് പറഞ്ഞാൽ ലേസി ആയിട്ടുണ്ട്. ലേസി. ഫൈനലി എല്ലാം ഫോട്ടോ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ എത്തിയല്ലോ. അയച്ചോ കുറേ സമയത്തിന് ഒരു വിരാമം കുറിച്ചു. ഫുഡ് നല്ല ഏത് മീൻ ഏത് ഏട് മോനെ നല്ല ഏതെങ്കിലും കാര്യമായത് എടുക്ക്. ഈ ഒരു മീനിൽ 2 ഡിഷായിട്ട് ഞാൻ ചെയ്തത്. പകുതി ഗ്രില്ല് ചെയ്യാ, പകുതി വാഴല അങ്ങനെ ഏത് ഹോട്ടലിൻ്റെ പേര് പറ്റി കേരള കഫേ. ഓക്കെ സെറ്റ്. ആംബിയൻസും ഐഷുപ്പിനെ ഫുൾ ഫോട്ടോത്തിൻ്റെ തിരക്കില്ല. എന്താ ഇഷ്യൂ നോക്കണേ? ഐഷുവിൻ്റെ കാര്യമായ ഫോട്ടോയിൽ വരുന്നുണ്ട്. കാര്യമായ ഫുഡ് കഴിക്കാനോ പൈസ അങ്ങോട്ട് പോയി. 4 മണിയായി. അങ്ങനെ ഓർഡർ ആക്കാൻ ചെയ്യുന്നുണ്ട്. ഇല്ല ഇത് കാണിച്ചതാ.
പെപ്പർ ഗ്രൈൻഡ് ആക്കുന്നതാണ്. നല്ല ചേര് മറ്റേ ആ പറ്റ പണി. ഓക്കെ ഇതെന്ത് രണ്ടോ ഫിഷ് വന്നിട്ടുണ്ട് ഗൈസ്. ഫിഷ് നോക്ക് എങ്ങനെ ടേസ്റ്റ് ഇടാൻ നോക്കിയാ. ആ കട്ടാക്ക്. ബോസ് ഇല്ല, ബോസ് കൈ കളിക്കി ടാർഗറ്റ് ആക്കിപ്പോ ബ്ലോഗ് ആക്കാൻ. ബോസ് ബോസ് മെയിൻ ആക്കുന്നില്ല ഗൈസ്. സാറില്ല പോട്ട്. ബോസ് എന്തായി ബോസാ? ബോസാ ഒന്ന് എന്നോട് പറഞ്ഞു ബ്ലോഗ് ആക്കാൻ. ഇല്ലല്ലോ ഇനി ബ്ലോഗ് ആക്കാൻ കാണിച്ചു കൊടുത്ത് ഋഷു തല്ലും കുത്താക്കും. How's it? Actually, salad is very delicious. Fish, let me try now. Maybe it's delicious. ഇതെന്താ കോപ്പിറൈറ്റ് ആവും. ഋഷാരോടോ മുണ്ടുന്നുണ്ട്. ഋഷാരോട് എന്ത് ഋഷു മുണ്ടുന്നേ? കാര്യായിട്ട് മുണ്ടുന്നുണ്ട്. എന്തെന്നറിയില്ല. മുണ്ടിട്ടാട്ടാ എനിക്ക് ചോദിക്കാം. ഋഷോ എന്ത് മുണ്ടുന്ന? Not so. We are very far away from. എന്തായി? എന്താണ് സംഭവം ഇവിടെ? എന്ത് കഥ? എന്ത് ഭയങ്കര കഥ അറിയുന്നുണ്ട്. പോന്നല്ലോ അവളെ നാട്ടിലേക്ക്. ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ കോഴിക്കോട്ടിലേക്ക് തിരക്കുകയാണ്. കോഴിക്കോട് പോകുന്നുണ്ട്. ഇനി കോഴിക്കോട് ബീച്ചിലെല്ലാം പോയിട്ട് ഇൻഷാല്ലാ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. കഫക്ക് പോണം, ഒരു ഫിലിമിന് പോണമെന്നുണ്ട്. 5 മണിക്കൂറാണ് കോഴിക്കോട്ടേക്ക് കാണിക്കുന്നത്. ആ കഫയിൽ നല്ല വ്യൂ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് പോവുകയാണ്. എന്നെ പോയിക്കോണ്ടുണ്ട് ഗൈസ്. നമുക്കൊരു അറബി ഗൈസ് കോഴിക്കോട് റെസ്റ്റോറന്റ് ഏത്? ഹായ് പറ. ഹായ് ഹായ്. ഓക്കെ, കുറേ സമയത്തിന് ശേഷം ഗൈസ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തി. ഫുഡ് സ്പോട്ട് കണ്ടിട്ട് കണ്ണെല്ലാം മഞ്ഞളിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ അജുവിന്റെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട്. അടുത്തേക്ക് അജുവിന്റെ ഷോപ്പും വഴിക്കൊണ്ട് പോകുന്നുള്ള ഉപ്പ ചർമുറ വന്നിട്ടുണ്ട് ഗൈസ്. യെസ്, എത്തി. കൊറേ കാത്തിരിപ്പിനോട് വിധി നല്ല യൗപ്പ ചർമുറ വന്നിട്ടുണ്ട് ഗൈസ്. ചർമുറ റെഡി ആകുന്നുണ്ട്. കോഴിക്കോട് വെയിറ്റിംഗ് ആണ് വരും. നല്ല അടിപൊളി എന്തായാലും ടോപ്പ് ആയിരിക്കും നമുക്കറിയും. കാരണം ചെക്കനടിയുണ്ട്. അപ്പൊ അഭിപ്രായം പറയാം. ഓക്കെ, അണ്ടി ബീച്ചിൽ പോകണം. അത് കാണുന്നു കുറേ തോന്നണം. ഫൈനലി കത്തിരിപ്പിനൊടുവിൽ ഇവർക്ക് ഷവർമുറി കിട്ടി. എങ്ങനെയുണ്ട്? ടോപ്പല്ല അല്ല, ഞാൻ നോക്കട്ടെ ഗൈസ്. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.